ഹായ് ഗൈസ്, നമ്മളുടെ പുതിയൊരു ബ്രേക്ക് ഡൗൺ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് നമ്മളൊരു ബ്രേക്ക് ഡൗൺ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിലെല്ലാവരുടെയും നല്ല നല്ല അഭിപ്രായങ്ങൾ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. സോ ഇന്നത്തെ വീഡിയോ എന്താണ് നമ്മൾ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റി ഇതിലാണ് മെയിൻലി ഞാൻ ട്രേഡ് ചെയ്യുക. സോ ഇത് നമ്മൾ നിഫ്റ്റിയിലാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. എന്തുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള പ്ലാൻസ് ബാങ്ക് നിഫ്റ്റിയിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിഫ്റ്റിയിൽ നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇന്റേണൽ ബ്രേക്ക് ഔട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ ട്രേഡ് ആക്കിയിട്ടുള്ളത്. സോ രാവിലെ തന്നെ മാർക്കറ്റ് വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു ബെയറിഷ് ക്യാൻഡിൽ സിനാരിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം മാർക്കറ്റ് ത്രൂ ഔട്ട് അപ്സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ എല്ലാവർക്കും ഉണ്ടാവണം, ബിഗിനേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിന് ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള അഗ്രസീവ് മൊമെന്റം രാവിലെ തന്നെ കാണുമ്പോൾ പുട്ട് ഓപ്ഷനിലേക്ക് അവരുടെ സൈക്കോളജി ആ രീതിയിലേക്ക് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നമ്മൾ ഇതിനെങ്ങനെയാണ് പ്രോപ്പർ ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഇംബാലൻസിൽ കൺഫർമേഷൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം കറൻ്റ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇന്റേണൽ ബ്രേക്ക് ഔട്ടിൻ്റെ ഒരു 50 ഇക്വിലിബ്രിയത്തിലേക്കാണ് ഈ പ്ലാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം 1:5 റിസ്ക് റിവാർഡാണ് ഈ ഒരു ട്രേഡ് തന്നിട്ടുള്ളത്. സോ ഞാൻ 1:2 റിസ്ക് റിവാർഡാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. സോ അതെങ്ങനെയാണ് എടുത്തതെന്നുള്ള പേരിലുള്ള കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തിട്ടുള്ളത് നമുക്ക് മുമ്പോട്ട് കാണാം. സോ സ്ട്രൈക്ക് സെലക്ഷനും നമ്മൾ ഇതിൽ ഓൾറെഡി കവർ ചെയ്യുന്നുണ്ട്. സോ ഇത് കഴിഞ്ഞൊരു ട്രേഡ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് അഗ്രസീവാണ്. സോ റിസ്ക് എൻട്രി ആണ്, ഞാൻ ഇപ്പോഴേ പറയാം 1% റിസ്ക് ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം കൺഫർമേഷൻ എൻട്രിയിൽ ഞാൻ 3 to 5% റിസ്ക് യൂസ് ചെയ്യുന്നതാണ്. കാരണം ഇതും നമുക്കൊരു റിസ്ക് എൻട്രി ആണ്. ഇന്റേണലി സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ ഇത് റിസ്ക് എൻട്രി തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ അധികം പറഞ്ഞ് വലിച്ചിട്ടുന്നില്ല, വീഡിയോയിലേക്ക് പോയാലോ. ഇതാണ് നമ്മളുടെ കറൻ്റ്ലി ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ 1:5 എന്നുള്ളൊരു കണ്ടീഷണൽ ട്രേഡാണ് ഈ ഒരു പ്രൈസിലേക്ക് വന്ന സമയത്ത്. ഏകദേശം 33 പോയിൻറ്റ്സ് ആണ് എസ് എൽ. കറൻ്റ്ലി ഓക്കെ 550 ആയിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. 550 ആയിരിക്കും ബെറ്റർ. 24,500 ആണ്, 550 ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്ന ഒരു 1% റിസ്ക് ആണ് ഈ ഒരു എൻട്രിയിൽ. 14 പോയിന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 3 ലോട്ടാണ് നമുക്ക് ഇവിടെ എടുക്കേണ്ടത്. സോ ഓൾമോസ്റ്റ് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട്. 3 ലോട്ട് മോസ്റ്റ് നിയർ ആ ഒരു കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്വിംഗ് ലോട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുക. അപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റോപ്പ് ലോസ് ഒന്ന് ഏകദേശം ഒരു 170 ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1:2 ടോട്ടൽ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ ആണ് നമ്മളുടെ ടോട്ടൽ ടാർഗറ്റ്. പക്ഷേ ഞാൻ അത്ര എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇതൊരു അഗെയിൻസ്റ്റ് നമുക്ക് ബയാസ് ബെയറിഷ് ആയിട്ടുള്ളൊരു ബയാസാണ് ടോട്ടലി നോക്കുകയാണെങ്കിൽ. നമ്മളിവിടെ നിന്ന് എടുക്കാനുള്ള റീസൺ ഞാൻ പറയാം. ഇവിടെ ഓൾറെഡി ഒരു ഇന്റേണൽ ബ്രേക്ക് ഔട്ടും ആ ഇന്റേണൽ ബ്രേക്ക് ഔട്ടിൻ്റെ ഒരു ഇക്വിലിബ്രിയമാണ് നമ്മൾ കറൻ്റ്ലി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മനസ്സിലാവും. ബയാസ് വെക്കാൻ തന്നെ ബെയറിഷാണ്. കാരണം 15 മിനിറ്റിൽ ഇവിടെ ഒരു എംബസ് കിട്ടിയതിന് ശേഷം കംപ്ലീറ്റ്ലി ഇന്റേണൽ മൂവ്മെൻ്റ് ആണ് പിന്നീട് മാർക്കറ്റുള്ളത്. മനസ്സിലാവും. സോ വെയിറ്റ് ചെയ്യാം. ഇത് റിസ്ക് എൻട്രി ആണ്, വേറൊരു പ്ലാൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ന് നമ്മൾ ഈ ഒറ്റൊരു എൻട്രി മാത്രം ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഈ എൻട്രിയിൽ നമുക്ക് എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വരികയാണ്. സ്റ്റോപ്പ് ലോസോ ടാർഗറ്റ് നമ്മളത് വിടുകയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. സോ നിയർ ഓൾറെഡി നമ്മൾ ഈ ഒരു റേഞ്ചാണ്, നമ്മൾ ഈ ഒരു സോണിലാണ് എൻട്രി വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾറെഡി അത് ട്രിഗർ ആയിട്ടുണ്ട്. ഓക്കെ, ട്രിഗർ ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്നും വെറുതെ വെച്ചേക്കാം കേട്ടോ. 1:2 ആണ് നമ്മുടെ ക്രൈറ്റീരിയ. 1:2 ആണ് നമ്മുടെ ക്രൈറ്റീരിയ. സോ റീസെൻ്റ്ലി ചെയ്തിട്ടുള്ള എല്ലാ ട്രേഡ്സും നമുക്ക് ടാർഗറ്റ് ഓൾമോസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ലാസ്റ്റ് വീക്സ് നല്ല വീക്കായിരുന്നു. പക്ഷേ ഒരു 3 to 4 പ്ലാൻസ് ഉണ്ടായിരുന്നു. എല്ലാ പ്ലാൻസും നമുക്ക് ടാർഗറ്റ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വീക്കിലെ ഫസ്റ്റ് പ്ലാനാണ്. സോ ഓൾമോസ്റ്റ് ഒരു 1:1 റണ്ണിങ് ആണ്. നമ്മൾ ഏകദേശം 1% റിസ്കിൽ 1 റണ്ണിങ് ആണ്. 1:2 നമ്മൾ മാക്സിമം ട്രെയിൽ ചെയ്യുക. റിസ്ക് എൻട്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഈ പറയുന്ന ഹൈ വരെ നിങ്ങൾ നോക്കിയറിയാം. ഇവിടെ ഡെൽറ്റ ഏകദേശം 1:6 റിസ്ക് റിവാർഡാണ് നമുക്ക് പ്രീമിയത്തിൽ കിട്ടണത്. നമ്മൾ ഇന്റർമണി പ്രീമിയമാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 1:4.8 ആണ്. അപ്പോൾ അത്രയും എന്തുകൊണ്ടാണ് ഇതിൽ വ്യത്യാസം വന്നതെന്ന് പറഞ്ഞ റീസൺ എന്ന് വെച്ചാൽ പ്രീമിയത്തിൽ ഉണ്ടാവുന്ന ഡെൽറ്റയുടെ ചേഞ്ചാണ് നിങ്ങൾക്ക് ഇത്രയും ഇവിടെ കൂടുതൽ കിട്ടാനുള്ള പോസിബിലിറ്റി. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കണം. പക്ഷേ ഇതാണ് നമ്മളുടെ മേജറായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് ടാർഗറ്റ്. സോ നിയർ അവിടെ നമുക്കൊന്ന് ട്രെയിൽ ചെയ്ത് നോക്കാം. മേ ബി മാർക്കറ്റ് കുറച്ചുകൂടി അഗ്രസീവ് ആവാനുള്ള കാര്യമുണ്ട്. കാരണം ഇവിടെ ഒരു ഓവറോൾ സെൻറ്റിമെൻറ്റ്സിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നല്ലൊരു സെല്ലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. മേ ബി അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ
എക്സിക്യൂഷൻസ് റീറ്റെയിലറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ മേ ബി ഉണ്ടാവാം. നോക്കാം, ഇതിന് വെയിറ്റ് ചെയ്യാം. സോ നമ്മൾ പേഴ്സണലി യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രെയിലിംഗ് ഒക്കെ കുറച്ചും കൂടി ഈസി ആക്കാനായിട്ട് തന്നെ അല്ലെങ്കിൽ ഫയേഴ്സ് ഒക്കെ നൈസ് കേട്ടോ. റീസെൻ്റ്ലി നമ്മൾ എടുത്തിട്ടുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. നമ്മളിവിടെ ഒരു ഫെയർ വാലി ഗ്യാപ്പിൽ നിന്നുള്ള കണ്ടിന്യൂഷനാണ് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്. സോ ഓൾറെഡി ഇവിടെ ഒരു ഹൈ ടൈം ഫ്രെയിം ട്രെൻഡ് ലൈൻ ഉണ്ട്. തേർഡ് ടെസ്റ്റ് ആണ്, മേ ബി ഇത് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഈ പറയുന്ന ഇംബാലൻസ് വേണമെങ്കിൽ മേ ബി ടേക്ക് ചെയ്യാം. സോ ഈ പറയുന്ന ഗ്യാപ്പൊക്കെ ടേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഇത് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു അക്യുമുലേഷൻ സ്റ്റേജിലാണ് മാർക്കറ്റ്. മേ ബി എന്തോ ആവാം, കൺസോൾട്ടേഷൻ ഫേസ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാമല്ലോ 15 മിനിറ്റിൽ ഇത്ര ഇൻറ്റേർണലി സ്ട്രക്ചേഴ്സ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ റീസൺ. നമുക്കിവിടെ മേജറായിട്ടുള്ള കണ്ടിന്യൂഷൻ ഇല്ല. ഇൻറ്റേർണലി ഉള്ള കണ്ടീഷൻ മാത്രമേ കറൻ്റ് ഉള്ളൂ. അതിൻ്റെ മെയിൻ റീസൺ അതാണ്. നമുക്ക് എന്തായാലും നോക്കാം, വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ എല്ലാ പ്ലാൻസും ഇൻറ്റേർണലി ഉള്ള കണ്ടീഷനിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മേജർ സിറ്റുവേഷനിൽ ഒരു കൺഫർമേഷൻ പ്ലാൻ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി അല്ലേ. ഓക്കെ, ഈ സ്ട്രക്ചറിനുള്ളിൽ വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി? 12-ാം തീയതി, ലാസ്റ്റ് മന്ത് 12th ശേഷം നല്ലൊരു MS കിട്ടിയിട്ട് ഓക്കെ 22 ഓക്കെ 16 to 22 എന്ന് പറയുന്ന ആ ഒരു ടൈം മുതൽ നമുക്ക് വിത്തൗട്ട് പ്ലാനാണ്. നമുക്ക് മേജർ പ്ലാൻസ് കിട്ടിയിട്ടില്ല, കൺഫർമേഷൻ ട്രേഡ്സ് കിട്ടിയിട്ടില്ല. നമ്മൾ റിസ്ക് എൻട്രീസിലാണ് അതിനുശേഷം കൂടുതലും കയറിയിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ കാരണം ഇത് നമ്മളൊരു റിസ്ക് എൻട്രിയാണ്, അതുകൊണ്ട് 1% റിസ്ക് എടുക്കുന്നത്. കൺഫർമേഷൻ എൻട്രീസിലേക്ക് നമ്മളൊരു 3 to 4 അല്ലെങ്കിൽ 5% റിസ്ക് ചെയ്യാറുണ്ട്. അങ്ങനത്തെ ട്രേഡ് വരുമ്പോൾ നമുക്കത് നോക്കാം. കുറച്ചും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സമയം ഇപ്പോൾ ഇത്രയും. ഓക്കെ, നമ്മൾ RR ഒരു 10 o'clock വരെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഇൻ കേസ് 10 o'clock ഹിറ്റ് ആവുന്നില്ല എങ്കിൽ നമ്മളത് ബ്രേക്ക് ചെയ്യുമ്പോഴേക്ക് ട്രെയിൽ ചെയ്യും കേട്ടോ. നിങ്ങൾ എടുക്കുന്ന OBs എപ്പോഴും വാലിഡ് ആണോ എന്നുള്ളത് കൂടെ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക കേട്ടോ. ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോൺസിനെ കൂടുതലും മെജോറിറ്റി എല്ലാവരും OB ആയിട്ട് കൺസിഡർ ചെയ്യാം. മെയിൻലി ഒരു മാനിപ്പുലേഷൻ ഉണ്ടാവുന്ന OBസിനെ നിങ്ങൾ വാല്യൂ കൊടുക്കുന്നതാണ് എൻ്റെ ഒരു പേഴ്സണലി ഒപ്പീനിയനാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കൂടി ഞാൻ പറയാം, അതായിരിക്കും കുറച്ചും കൂടി വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്സ് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ എപ്പോഴും നിങ്ങൾ OB എക്സ്പെക്ട് ചെയ്തിരുന്നു കഴിഞ്ഞാൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് മിസ്സാവും. കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുള്ളൊരു കാര്യമാണ്, സർ OBയിലല്ലേ കുറച്ചും കൂടെ ബെറ്റർ എൻട്രീസ് കിട്ടുകയാണ്. സോ ഓരോ മാർക്കറ്റിലും ഓരോ സ്റ്റോക്സിലും ഡിഫറെൻ്റ് ആണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് നോർമലി നിങ്ങൾക്ക് കുറേ എൻട്രീസ് അങ്ങനെയാണെങ്കിൽ കിട്ടാതെ പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. നിങ്ങൾ തന്നെ ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. OBസിനെക്കാൾ കൂടുതൽ ഫെയർ വാല്യൂ ഗ്യാപ്പാണ് നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഫേവറബിൾ ആയിട്ടുള്ള എൻട്രി പോയിന്റ് നോക്കാം. അല്ലെങ്കിൽ പിന്നെ ഗ്രാബിഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നോക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. ഈ ഒരു പുഷിൽ എന്തായാലും ട്രെയിൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. നിയർ നമ്മളുടെ ടാർഗറ്റ്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു സോൺ എന്ന് പറയുന്നത് ക്യാൻഡിൽ ക്ലോസിലാണ് ട്രെയിൽ ചെയ്യുക. സോ ഓൾമോസ്റ്റ് നമ്മളുടെ നിയർ ടാർഗറ്റിന് അടുത്തൊരു ഈ ഒരു ക്യാൻഡിലും കൂടെ നമുക്ക് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പോയി ട്രെയിൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓൾമോസ്റ്റ് നിയർ ടാർഗറ്റ് വന്നിട്ട് ഇനി നമുക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് എന്നുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അവിടെ പ്രോപ്പറായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ ഇനി എന്തായാലും ഒന്നെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആവാം അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാം. ഈ രണ്ട് സിനാരിയോസിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഈ ഒരു ട്രേഡിനെ കൊണ്ടുപോകാൻ പാടില്ല. അതാണ് നമ്മൾ മൈൻഡ് സെറ്റ്, ആ രീതിയിലേക്ക് നിങ്ങൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം ബ്രേക്ക് ഈവണിലേക്ക് ട്രെയിൽ ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ ഇവിടെ ബ്രേക്ക് ഈവണിലേക്ക് ട്രെയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അഗെയിൻ നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യാം. ഇങ്ങോട്ട് നമ്മളിപ്പോൾ ട്രെയിൽ ചെയ്യാത്തതിൻ്റെ റീസണിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ അഗെയിൻ ഹോൾഡ് ചെയ്യുന്നത് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഇനിയും നമുക്ക് കിട്ടാറുണ്ട്. ഇവിടെ നമ്മൾ ട്രെയിൽ ചെയ്ത് 1:1.5 ആയിപ്പോകും. സോ ബാങ്ക് നിഫ്റ്റി നമുക്ക് RRലേക്ക് എന്തായിട്ടില്ല, ടാപ്പായിട്ടില്ല. 1:2 RRലേക്ക് ടാപ്പായിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ആ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കണ്ടീഷനെ ഹോൾഡ് ആക്കാം. നമുക്ക് പ്ലാൻ ഉള്ളത് നിങ്ങൾക്ക് അറിയാലോ. നമുക്ക് ഇവിടെ അല്ല പ്ലാൻ, ഈ പറയുന്ന പ്രൈസിലേക്കാണ് നമുക്ക് പ്ലാൻ ഉള്ളത്. അത് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ നോക്കിയാൽ ഇതാണ് നമ്മൾ ഇട്ടിട്ടുള്ള പ്ലാൻ. ഈ പ്ലാനിലേക്കുള്ള എക്സിക്യൂഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു പ്ലാനിൽ നമ്മളൊരു RR എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത്രയും ഒരു പ്ലാൻ നമുക്കുണ്ട്. ഈ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഈ ഒരു ബയാസിലേക്കാണ് നമ്മൾ ഈ എക്സിക്യൂഷൻ നോക്കണേ. മനസ്സിലായോ? ഈ ബയാസിലേക്ക് നമ്മൾ ഈ എക്സിക്യൂഷൻ നോക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ളിൽ ഒരു 1:2 RR എന്തായാലും എടുക്കണം. അത് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ ട്രേഡ് നമ്മൾ എടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. കറൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നിൽക്കുന്നത്. നമുക്ക് ഇതിൽ ലോസ് ഒന്നും കറൻ്റ് ഇല്ല. മനസ്സിലായോ? നിയർ ടാർഗറ്റിനടുത്ത് പ്രീമിയത്തിൽ വന്നിട്ടുണ്ട്. സോ ഇത് നമുക്ക് എഗെയിൻ ഒന്നും കൂടി ഹോൾഡ് ചെയ്ത് എക്സിറ്റ് ചെയ്യണമെങ്കിൽ സെറ്റില്ല. മനസ്സിലായോ? അത്രേ ഉള്ളൂ, നിങ്ങൾ അത്ര ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഇങ്ങോട്ട് ട്രെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിയർ ടാർഗറ്റ് ട്രെയിൽ ചെയ്തിട്ടുണ്ട്. എഗെയിൻ മേ ബി ഇവിടേക്ക് മാനിപ്പുലേഷൻസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഡൗൺ സൈഡിൽ.
ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അടുത്തൊരു ക്യാൻഡിൽ ഇതാണ്. സോ ആ ക്യാൻഡിലേക്ക് കൂടി നമ്മൾ ട്രെയിൽ ചെയ്യണം. സോ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ നിയർ ആ ക്യാൻഡിലിന് താഴെ ട്രെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യും. കാരണം ഞാൻ അങ്ങോട്ടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് പ്രീമിയത്തിൽ നല്ല ഇൻഡെക്സ് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എഗെയിൻ നമ്മൾ ട്രെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ട്രെയിലിംഗ് കറൻ്റ് ഈ ഒരു സോണിലേക്ക് ട്രെയിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ 1:2 RR നിയർ വരുന്നുണ്ട്. നെക്സ്റ്റ് ഈ ക്യാൻഡിൽ പുഷ് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ ട്രെയിലിംഗ് ഹിറ്റ് ആയിക്കോട്ടെ, അതായിരിക്കും ബെറ്റർ. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ക്യാൻഡിലേക്ക് ആണ് നമ്മൾ ട്രെയിൽ ചെയ്യാൻ പ്ലാൻ ഉള്ളത്. സോ കറൻ്റ് നമ്മൾ 1:2 കറക്റ്റായിട്ട് ട്രെയിൽ ചെയ്ത് പോകുന്നുണ്ട്. ഇനി കിട്ടുന്നതൊക്കെ ബോണസാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഏകദേശം നിയർ ടാർഗറ്റിലേക്ക് തന്നെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ട്രെയിലിംഗ് ഈ പറയുന്ന ക്യാൻഡിൽ ബിലോയിലേക്ക് ട്രെയിൽ ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഈ പറയുന്ന ക്യാൻഡിലേക്കാണ് ട്രെയിൽ ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു പ്രീമിയത്തിൻ്റെ ഒരു ഇത് കണ്ടില്ലേ നിങ്ങൾ, നിയർ ഇന്നത്തെ മണി എടുത്താലുള്ള ഗുണം പ്രോപ്പറായിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്കിവിടെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. റിവേഴ്സൽ ഉണ്ടാവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. എന്തായാലും ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു ടാർഗറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഏകദേശം 1:2.2 നൈസ്. ടാപ്പായിട്ടില്ല, കറൻ്റ് അത് എടുത്തിട്ടില്ല. ഓക്കെ, നൈസ്, ടാപ്പായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ എടുത്തിട്ടുള്ള ട്രേഡ് എന്ന് പറയുന്ന ഒരു 1:2.2 ആണ് നമ്മൾ എടുത്തിട്ടുള്ള ട്രേഡ്. നിങ്ങൾക്ക് അറിയാം ഉണ്ടോ, ഈ പറയുന്ന ഇൻഡെക്സ് പോലും ഈ പറയുന്ന RR തന്നിട്ടില്ല. പക്ഷേ പ്രീമിയത്തിൻ്റെ സെലക്ഷനും പൊസിഷൻ സൈസിങ്ങിലും ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രോപ്പറായിട്ടുള്ള, മേ ബി ഇത് ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇതിന് ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചത് എന്താ, ഒരു റിസ്ക് എൻട്രി ആണ്. അവിടേക്ക് നമ്മൾ വളരെ ചെറിയൊരു റിസ്ക്കാണ് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു എൻട്രി നോക്കുക. സോ ഇങ്ങനെയാണ്, ഇതാണൊരു പ്രോപ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇതേപോലെ വളരെ ഡിസിപ്ലിനായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്താലാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ജേണി കുറച്ചും കൂടെ സ്മൂത്ത് ആവുള്ളൂ. കണ്ടോ, ഈ ഒരു പ്ലാനിലേക്ക് നമുക്കൊരു RR ഇവിടെ എടുക്കാൻ വേണ്ടി പറ്റി പ്രോപ്പറായിട്ട്. ഇതും നല്ലൊരു ഡിസ്കൗണ്ടിൽ എക്സിക്യൂഷൻ നടന്നതുകൊണ്ട് കേട്ടോ. ഏറ്റവും നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ നമ്മളുടെ എൻട്രി ട്രിഗർ ആയതുകൊണ്ട് കൂടിയാണ് നമുക്കിവിടെ RR കിട്ടിയിട്ടുള്ളത്. മനസ്സിലായോ? നോർമലി ഞാൻ കുറച്ചും കൂടി ബഫർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള, ഇന്ന് ബഫർ ഇടാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പയറി ദിവസത്തിൽ അടുത്തായിട്ടില്ല. മനസ്സിലായോ? ഒരു കേസ് അത്, പിന്നെ നമ്മൾ കുറച്ച് അഗ്രസീവായിട്ടുള്ളൊരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ നിങ്ങളത് എന്തായാലും വാച്ച് ഔട്ട് ചെയ്യാം. മേ ബി ഇത് വേണമെങ്കിൽ നമ്മൾ ഈ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഈ RR ആയിരിക്കും വരിക. ഇതായിരുന്നു നമ്മുടെ പ്ലാൻ, ടോട്ടൽ പ്ലാൻ. നിങ്ങളിത് വർക്കൗട്ട് ചെയ്യാം. സോ ഞാനൊരിക്കലും ഇതേപോലെയുള്ള കണ്ടീഷനെ അഗ്രസീവായിട്ട് ED മൈൻഡ് സെറ്റിൽ നോക്കുന്ന ഒരാളല്ല. അങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു എക്സിക്യൂഷൻ നോക്കിയിട്ട് കാര്യമില്ല, ഒരു എക്സ്പെക്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. മനസ്സിലാവും? നിങ്ങളുടെ പ്രോഫിറ്റ് ബുക്കിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലാണ് ഒരു 10 ട്രേഡ്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 1:2 ഞാൻ ആലോചിക്കുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 20 ട്രേഡ്സ് അല്ലെങ്കിൽ ആവറേജ് 20 ട്രേഡ്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. 20 ട്രേഡ്സിൽ 10 ട്രേഡ്സ് നിങ്ങൾക്ക് ലോസ് ആണെങ്കിൽ പോലും ആവറേജ് റിട്ടേൺ എത്ര വരും? ഒരു 1% വെച്ച് നിങ്ങൾ 10 ട്രേഡ്സിൽ കൊടുത്തു, 10% ലോസ് അല്ലേ? 10 ട്രേഡ്സിൽ 2% വെച്ചിട്ട് പ്രോഫിറ്റ് ആണെങ്കിലോ നെറ്റ് എത്ര വരും? 1:2ൻ്റെ ഒരു ഗുണം അതാ. മനസ്സിലായി? 10 ട്രേഡ് ലോസും 10 ട്രേഡ് പ്രോഫിറ്റും ആണെങ്കിൽ 20,000 നിങ്ങൾക്ക് പ്രോഫിറ്റിലായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 1:2 റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി റിസ്ക് റിവാർഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു 1 lakh ക്യാപിറ്റൽ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, നിങ്ങൾ പറയുന്ന ഒരു 3% ഒക്കെ വെച്ച് ട്രേഡ് ചെയ്യാണ്, അല്ലെങ്കിൽ 1% ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഓക്കെ ഒരു 1%. ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൊരു 1% റിസ്ക് ആണ് എൻ്റെ ക്യാപിറ്റലിൻ്റെ. അപ്പോൾ ഒരു 3,000 റുപ്പീസാണ്. ഇതിൽ പൊസിഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മളിവിടെ 7,000 ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1:2.2 നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓർഡർ ബുക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം 186ലാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്, 217ലാണ് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടുത്തെ ഒരു ഗുണം മെയിനായിട്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പൊസിഷൻ സൈസിങ് ആണ്. ഇവിടെ ഈ പൊസിഷൻ സൈസിങ് പ്രോപ്പർ ആയിട്ടുള്ളത് കൊണ്ടാണ് നമുക്കിവിടെ ഒരു പ്രോപ്പർ RR കിട്ടിയിട്ടുള്ളത്. മനസ്സിലായോ? അതില്ലെങ്കിൽ നിങ്ങൾക്ക് RR ഇവിടെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പൊസിഷൻ സൈസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ പ്രോപ്പറായിട്ടുള്ള റിസ്ക് റിവാർഡ് കിട്ടി പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സോ അതെല്ലാവരും മനസ്സിലാക്കാം. സോ ഇത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും, അപ്പോൾ ഇന്നത്തെ പരിപാടി നമുക്ക് കഴിഞ്ഞു. ഏകദേശം 10:15 തന്നെ, രാവിലെ 9:30 സ്റ്റാർട്ട് ചെയ്തു, 10:15 നമ്മളുടെ പരിപാടി കഴിഞ്ഞു. സോ എല്ലാ ദിവസവും ഇങ്ങനെ ആവണമെന്നില്ല. ഓപ്പർച്യൂണിറ്റീസ് പ്ലാൻസിലേക്ക് കൺഫർമേഷനായി വരുന്നത് ഒരു ദിവസം ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കാം, ചിലപ്പോൾ രാവിലെ ആവാം. സോ ഡിപ്പെൻസ് ആണ് മാർക്കറ്റ് കണ്ടീഷൻ. എല്ലാ ദിവസവും ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രം മാർക്കറ്റ് മൂവ് ചെയ്യുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനൊന്നും നമ്മൾ ഒരിക്കലും കൊണ്ടുവന്നിട്ട് കാര്യമില്ല കേട്ടോ. കറൻ്റ്ലി നിങ്ങൾ നോക്കിയാൽ അറിയാം
മാർക്കറ്റ് ഏകദേശം നിയർ ആ ഒരു ടാർഗറ്റ് ലെവലിലേക്ക് തന്നെ വരുന്നുണ്ട്. സോ നമ്മളുടെ ആ ഒരു റിസ്ക് എൻട്രി ആയിട്ടുള്ളതുകൊണ്ട്, ഇതൊരു റിസ്ക് എൻട്രി ആയിട്ടുള്ളതുകൊണ്ട് കണ്ടിന്യൂഷൻ എൻട്രീസ് ഒന്നും നമ്മളിവിടെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്രീമിയം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കണ്ടോ, നിങ്ങളോട് ഇപ്പോൾ നമ്മളിവിടെയാണ് പ്രീമിയം പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഏകദേശം അറൗണ്ട് കംപ്ലീറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേ ഹൈ ആണ്, ഡേ ഹൈ ആണ് നമ്മൾ കറൻ്റ്ലി ടാർഗറ്റ്. ഏകദേശം 1:6 എന്നുള്ള ട്രേഡാണ്. സോ ഇവിടെ ഞാൻ ഒരിക്കലും RR സ്കെയിൽ ചെയ്യുക അങ്ങനെയുള്ളൊരു കാര്യമല്ല നമ്മൾ ഉദ്ദേശിക്കണേ. നമ്മൾ ബുക്ക് ചെയ്തത് പ്രോപ്പർലി നമ്മളുടെ RR ബേസ് ചെയ്തിട്ടാണ്, അല്ലേ, റിസ്ക് റിവാർഡ് ബേസ് ചെയ്തിട്ട് നമ്മളിവിടെ പ്രോപ്പർലി ഇറങ്ങി. അതിനുശേഷം മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എഗെയിൻ കണ്ടിന്യൂഷൻ ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സോ പിന്നീട് നമ്മളിവിടെ എൻട്രി പ്ലാനിലേക്ക് നോക്കാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു പ്രോപ്പർ പ്ലാനിലേക്ക് നമ്മൾ ഒരു റിസ്ക് റിവാർഡാണ് ഫോളോ ചെയ്യുക. അതാണ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ. അല്ലാതെ നമ്മൾ ഇതിൻ്റെ തുമ്പ് വരെ ട്രേഡ് എടുത്ത് അതുവരെ ടാർഗറ്റ് ചെയ്യാം എന്നുള്ളതല്ല നിങ്ങളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാവരും അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇതിൻ്റെ ഒരു ഓവറോൾ തോട്ട് എന്താണ്, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഓവറോൾ കണ്ടീഷൻ എന്താണ് നമ്മൾ എടുത്തതെന്നുള്ളത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇവിടെ നമ്മൾ ഇൻറ്റേർണലി ഉള്ള ഒരു കണ്ടീഷനെയാണ് ട്രേഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഇൻറ്റേർണലി മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ള ഈ ഒരു ബ്രേക്ക് ഔട്ടിലും അതുപോലെ 15 മിനിറ്റിൻ്റെ സിനാരിയോയിൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇംബാലൻസ്, അതേപോലെ ഇതൊരു പ്രോപ്പറായിട്ടുള്ള ഡിമാൻഡ് സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചെറിയ കണ്ടിന്യൂവേഷൻ നമ്മൾ ആ ഇൻറ്റേർണൽ സ്ട്രക്ചറിലേക്ക് ഓൾറേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിക്യൂഷനാണ് നോക്കിയിട്ടുള്ളത്. മേ ബി ഇനിയിപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇക്വിലിബ്രിയം ലെവലിൽ നിന്നും അത് ഒന്ന് ഗ്രാബ് ചെയ്തതിന് ശേഷം മേ ബി താഴേക്ക് വേണമെങ്കിൽ വരാം കേട്ടോ. പക്ഷേ ഇത് ഗ്രാബ് ചെയ്തിട്ട് ഇവൻ ഡൗൺ സൈഡിലേക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മളിവിടെ സെൻറ്റിമെൻറ്റ്സും കൂടെ, ഇന്നത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സും കൂടെ അതിലേക്ക് കോറിലേറ്റ് ചെയ്തു എന്ന് മാത്രം, മനസ്സിലായോ? നിയർ ടാർഗറ്റിലേക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. സോ ഇതാണ് കറൻ്റ്ലിയുള്ള സിറ്റുവേഷൻ. സോ ഇവിടെ നമ്മൾ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മളിവിടെ കൺസിഡർ ചെയ്തു. അതിനൊപ്പം അഗ്രസീവ് ആയിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട്, ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് അഗ്രസീവ് സിനാരിയോ ടൈപ്പ് 2 കണ്ടീഷനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ലിക്വിഡിറ്റി കാര്യങ്ങളൊന്നും കറൻ്റ്ലി ഗ്രാബിഡ് അല്ലാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് 2 കണ്ടീഷൻ ഇവിടെ നോക്കിയിട്ടുള്ളത്. അല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഈ പറയുന്ന ഇംബാലൻസിൽ എൻട്രി കയറുന്ന, ഇതിനു മുമ്പ് ഡയറക്റ്റ് ഇംബാലൻസസ് ഇവിടെ ഉണ്ടെങ്കിൽ ആ ഇംബാലൻസ്, ഇവിടെയുള്ള ഇംബാലൻസിലേക്ക് നമ്മൾ എൻട്രി കയറേണ്ടതാണ്. സോ അതാണ് ക്രൈറ്റീരിയ. സോ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കും. സോ ഈ ട്രേഡ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സ്ട്രൈക്ക് സെലക്ഷൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത്. അതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ആ സ്ട്രൈക്കിൽ ഏറ്റവും ഡിസ്കൗണ്ട് ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ 1:5 റിസ്ക് റിവാർഡ് തരും എന്നുള്ളതും ആ ടാർഗറ്റ് നമ്മൾ ഓൾറെഡി പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മളവിടെ ബുക്ക് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ആ ത്രൂ ഔട്ട് ടാർഗറ്റ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇതിൽ പറയാനുള്ളൊരു മെയിൻ കാര്യം അതാണ്. കാരണം ഞാൻ അതിനുശേഷം ഓൾറെഡി എക്സിറ്റ് ചെയ്തു, ടാർഗറ്റ് ചെയ്തു. എന്തുകൊണ്ട് ഒരു ഗ്രീഡി മൈൻഡ് സെറ്റ് നിങ്ങൾ എപ്പോഴും, ഒരു ഇൻട്രാഡേ ട്രേഡറിന് എപ്പോഴും വേണ്ട ഒരു കാര്യമാണ് ഗ്രീഡി മൈൻഡ് സെറ്റ് നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമ്മളിങ്ങനെ ഒരു പ്ലാൻ പ്ലോട്ട് ചെയ്ത് നോർമലി കമ്മ്യൂണിറ്റിയിൽ ഇടാറുണ്ട്. സോ അത് ത്രൂ ഔട്ട് ക്യാച്ച് ചെയ്യുന്നതിന് പകരം അതിനുള്ളിൽ ഒരു RRലേക്ക് ഫോക്കസ് ചെയ്യുക. മെയിൻലി ഞാൻ ചെയ്യുന്ന കാര്യം അതാണ്. നിങ്ങൾക്ക് റീസെൻ്റ്ലി ഉള്ള വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനെ പിന്നെ സ്കെയിൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമ്മളുടെ എൻട്രി ചെയ്യാൻ ടാർഗറ്റ് എന്നുള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ ട്രെയിലിംഗ് മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുക. കറൻ്റ് ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്കൊന്ന് വർക്കൗട്ട് ചെയ്യാവുന്നതാണ് ഏതൊരു സെറ്റപ്പിലാണെങ്കിലും. പിന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ഞാൻ പറയുന്നൊരു കാര്യം, ഡയറക്റ്റ് പോയി മാർക്കറ്റിൽ ഒരിക്കലും അപ്ലൈ ചെയ്യുന്നത് ഞാൻ പറയാനുള്ള. ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ അടുത്തൊരു ബ്രേക്ക് ഡൗൺ വീഡിയോ ആയിട്ട് കാണുന്നത് സൈനിങ് ഓഫ്.